പതിറ്റാണ്ടുകളായി ഉപേക്ഷിക്കപ്പെട്ട കുന്നിൻ മുകളിലെ പഴയൊരു ആശുപത്രി. ഇരുണ്ട ഐതിഹ്യത്തിൻ്റെ സ്ഥലമായിരുന്നു ഈ ആശുപത്രി എന്ന് പറയപ്പെടുന്നു. അതിൻ്റെ പൊളിഞ്ഞ ചുവരുകൾക്കുള്ളിൽ ഭയാനകമായ പരീക്ഷണങ്ങൾ നടന്നിരുന്നു. അതുപോലെ തകരാറിലായ ശസ്ത്രക്രിയകൾ, അങ്ങനെ തുടങ്ങി പറഞ്ഞറിയിക്കാനാവാത്ത ഭയാനക കഥകൾ. പാരാനോർമൽ ഗവേഷണം നടത്തുന്ന ധീരരായ ഒരു കൂട്ടം ആളുകൾ ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ പ്രവേശന കവാടത്തിനടുത്തെത്തി. എത്തിയ സമയത്ത് അവർ ചിരിച്ചും തമാശ പറഞ്ഞും വളരെ സന്തോഷത്തിലായിരുന്നു. പക്ഷേ അവർ അകത്തേക്ക് പ്രവേശിച്ചതും അവരുടെ മുഖത്തെ ചിരി മരിച്ചുപോയിരുന്നു. ഇരുണ്ട ഇടനാഴികളുടെയും മിന്നുന്ന ലൈറ്റുകളുടെയും ഭയാനകമായ ശബ്ദങ്ങളുടെയും ഒരു വിസ്മയമായിരുന്നു ആ ആശുപത്രി. ഓപ്പറേഷൻ റൂമുകൾ, രോഗികളുടെ മുറികൾ, ലബോറട്ടറികൾ എന്നിവ കണ്ടപ്പോഴേക്കും അവർ അവരുടെ ശ്വാസം പോലും അടക്കി വെച്ചു. ഓരോന്നും അവസാനത്തേതിനേക്കാൾ ഭയാനകമായിരിക്കുന്നു. ബേസ്മെൻറ്റിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച അതിലും വിചിത്രമായിരുന്നു. ഇതുവരെ കാണാത്ത തരത്തിലുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ നിറഞ്ഞ ഒരു മറഞ്ഞിരിക്കുന്ന മുറി, കൂടാതെ ഒരു ഒറ്റമുറി കിടക്കയും അവർ കണ്ടെത്തി. ആ മുറിയിൽ രോഗിയുടെ കണ്ണുകൾ ചുഴിഞ്ഞെടുത്ത് രക്തം വാർന്നതിൻ്റെ അവശേഷിപ്പുകൾ ഇന്നും അവിടെ നിലനിൽക്കുന്നു. മനസ്സിനെ കട്ടുപിടിപ്പിക്കുന്ന ഒരു നിലവിളി അവിടെ മുഴുവൻ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഗവേഷകർ ഭയന്ന് നിലവിളിച്ചു. 4 ഭാഗത്തേക്കും ഓടാൻ തുടങ്ങി. പക്ഷേ ഓടുന്നതിനിടയിൽ ഓരോരുത്തരായി അപ്രത്യക്ഷരാവാൻ തുടങ്ങി. പിന്നീടൊരിക്കലും അവരെ ആരെയും തന്നെ കണ്ടെത്താനായില്ല. ആശുപത്രി അതിൻ്റെ അടുത്ത ഇരകൾക്കായി കാത്തിരിക്കുന്നു, ഭീതിയുടെ ഒരു ഏകശിലാരൂപം പോലെ. വർഷങ്ങൾക്ക് ശേഷം ഒരു ഏകാന്ത അന്വേഷകൻ ആശുപത്രിയിൽ പ്രവേശിച്ചു. അതിൻ്റെ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ അദ്ദേഹം തീരുമാനിച്ചു. എന്നാൽ അയാളും ഒരിക്കലും മടങ്ങി വന്നില്ല. പക്ഷേ അവൻ്റെ കയ്യിലെ ക്യാമറയിൽ ഒരു ഫോട്ടോ കണ്ടെത്തി. അതിൽ ഒരൊറ്റ ഫോട്ടോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആശുപത്രിയുടെ പ്രവേശന കവാടം. അതിന്മേൽ വെൽക്കം ബാക്ക് എന്ന വാക്കുകൾ രക്തത്തിൽ എഴുതിയിരിക്കുന്നു.